ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ഇതുവരെ ഡിസിഷൻ തിയറിയിൽ പറഞ്ഞത് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ്. അതിൻ്റെ വിവിധ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. കാരണം എപ്പോഴും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞ് വരയ്ക്കാനാണ്. ആ ഡിസിഷൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ നടത്തേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസിഷൻ ട്രീ വരയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും എസ്സേയിൽ തന്നെയാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസിഷൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഡിസിഷൻ മേക്കിംഗ് സെർട്ടേണിറ്റി, ഡിസിഷൻ മേക്കിംഗ് അൺസെർട്ടേണിറ്റി ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെയൊക്കെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അത് വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് വെച്ചാൽ ആ ഡിസിഷൻ എടുത്താൽ എന്താവും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അത് റിസ്ക് ആണ്. എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളടുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ അവർ പറയും എന്താണ് 60% അല്ലേ 70% ചാൻസ് ഉള്ളൂ എന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് 60% ജയിക്കും എന്നുള്ള ആ വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി 40%ഉം തോൽക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു വലിയ റിസ്ക്കാണ് അവിടെ എടുക്കുന്നത് ആ ഡിസിഷനിൽ. ഓക്കെ, ചിലപ്പോൾ ആ ഡിസിഷൻ എന്തായിരിക്കും, തെറ്റായിരിക്കും. കാരണം 40%ലായിരിക്കും അവിടെ ചിലപ്പോൾ നമ്മളെ റിസൾട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്നതാണ് ഒരു ഡിസിഷൻ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഡിസിഷൻ അൺസെർട്ടേണിറ്റി ആണെങ്കിലും സെർട്ടേണിറ്റി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താണ്, സെർട്ടേണിറ്റി ആണെങ്കിൽ നമുക്കറിയാം ഇന്ന റിസൾട്ടാണ് വരിക. അൺസെർട്ടേണിറ്റി ആണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. കാരണം ആരാണെങ്കിലും ഇപ്പം ഇന്ന് മഴ പെയ്യുമോ അത് അൺസെർട്ടേൺ ആണ്. കാരണം ആർക്കും തീരുമാനം പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചിലപ്പോൾ നമ്മൾ തിരുമ്പിയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊപ്രയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് മഴ പെയ്യൂലേ എന്നുള്ള കാര്യം ഒരിക്കലും അറിയില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ അതൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തേ മതിയാവൂ. ഓക്കെ, ചില ഡിസിഷനുകളൊക്കെ എന്താണ് നമുക്ക് ചെയ്തേ മതിയാവും. അത് റിസ്ക് എടുക്കുന്നതിടത്താണ് എന്താണ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക പ്രോബബിലിസ്റ്റിക് ഡിസിഷനാണ്, പ്രോബബിലിറ്റിയാണ് അവിടെ. ഇപ്പോൾ ഒരു കോയിൻ ഇട്ടിട്ട് നിങ്ങളടുത്ത് ഹെഡാണോ വീഴുക ടെയിലാണോ വീഴുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% ചാൻസാണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റിയാണ് ഡിസിഷൻ സിറ്റുവേഷൻ എടുക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ ദ ഡിസിഷൻ മേക്കർ ഫേസസ് സെവറൽ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹീ ഹാസ് സം നോളജ്, കുറച്ച് അറിവുണ്ട്, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മുന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഹീ അസൈൻ ദീസ് പ്രോബബിലിറ്റി, ഈ കാഴ്ചപ്പാടുകളും ഈ സാധ്യതകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഓക്കെ ഈ ഒരു കാഴ്ചപ്പാടിനെ ഇതിനൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അയാൾ എന്തെടുക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. അയാൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ പാസ്റ്റിൻ്റെ റെക്കോർഡുകളും പാസ്റ്റിൻ്റെ എക്സ്പീരിയൻസും എല്ലാം നോക്കിക്കൊണ്ട് എന്തെടുക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, അതിന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അല്ലേ. ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മളെ റിസൾട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. സോ ദ മോസ്റ്റ് പോപ്പുലറായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. ഏതൊക്കെയാണ്, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ലാസ്റ്റ് വൺ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. ഈ 3 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡിസിഷൻ എടുക്കുന്നതിന് സഹായകമായിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് പേ ഓഫ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്നാണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ EMV. ഓക്കെ, EMV എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ EMV കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഞാൻ ചെയ്യുന്നത്. എന്താ പറയുക, നമ്മളെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ എന്തോ പറയുന്ന പോലെയായിരിക്കും. അപ്പോൾ വെറുതെ സ്റ്റെപ്പ് വായിച്ച് സമയം കളയണം. നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം പറയുമ്പോൾ ഞാൻ ഈ സ്റ്റെപ്പും കൂടി കാണിക്കാം. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. എന്താണ്? S1 ആൻഡ് S2 ആർ ദ സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ ആൻഡ് P1 P2 ആർ ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ പേ ഓഫ് ടേബിൾ ഈസ് ഗിവൺ ബൈ എന്താണ്? P1 P2 S1 S2 എന്ന് എഴുതി. ദെൻ അതിൻ്റെ ടേബിളിലുള്ള കറസ്പോണ്ടിങ് വാല്യൂ തന്നിട്ടുണ്ട്. 15 10 25 50. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ അതായത് അതിൻ്റെ എന്താ പറയുക, പ്രോബബിലിറ്റി നമുക്ക് എടുക്കുകയാണ്. നോക്കിയേ, കണ്ടോ? ലെറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ S1 ആൻഡ് S2 ആർ 0.8 ആൻഡ് 0.2 റെസ്പെക്റ്റീവ്ലി. നമ്മൾ എടുക്കുകയാണ് പ്രോബബിലിറ്റി ഓഫ് S1ൻ്റെയും S2ൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.8ഉം ഇതുമാണെന്ന്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പേ ഓഫ് ടേബിൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേ ഓഫ് ടേബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷനും അതിൻ്റെ നേച്ചറും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് EMV കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ? ബൈ മൾട്ടിപ്ലൈയിങ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ലോസും വിത്ത് റെസ്പെക്ട് ടു പ്രോബബിലിറ്റിനെ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്ന പ്രോസസ്സ്. അവയെ സമ്മപ്പ് ദ പ്രോഡക്റ്റുകൾ സമ്മപ്പ് ചെയ്യുക. ഡിസൈഡ് ദ ബെസ്റ്റ് കോഴ്സ്, ഏതാണ് ബെസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത EMVയിലെ മാക്സിമം ഉള്ളതിനെ ചൂസ് ചെയ്ത് നമ്മൾ അതെന്തെടുക്കുന്നു? മാക്സിമം വാല്യൂ കിട്ടുന്നതിനെയാണ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴും നമ്മൾ 0.8 0.2 0.5 0.7 0.3 അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വലിയ കാര്യമില്ല, കാരണം S1 മാക്സിമം ആയിട്ടും S2 എന്താണ് മിനിമം ആയിട്ടുമാണ് എടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 0.8 0.2 എന്ന് പറയുന്നു. EMV ഫോർ P1 എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 15 ഇൻറ്റു കണ്ടോ S1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.8 പ്ലസ് അതിൽ തന്നെ P1ൽ തന്നെ വരുന്ന 25 കണ്ടോ, 25 ഇൻറ്റു S2ൻ്റെത് 0.2, അത് രണ്ടും കൂടി കൂട്ടിയാൽ 17. EMV ഫോർ P2 കണ്ടോ 10 ഇൻറ്റു S1ൻ്റെ പ്രോബിലിറ്റി 0.8 പ്ലസ് 15 ഇൻറ്റു S2ൻ്റെ പ്രോബിലിറ്റി 0.2 ദാറ്റ്സ് ഈക്വൽ ടു. ഇതിലെ മാക്സിമം പ്രോഫിറ്റ് 17 ആയതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് EPV എന്താണ് EMV എന്ന് പറയുന്നത് എത്രയാണ്? 17 മാക്സിമം ആയതുകൊണ്ട് നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് സെലക്ട് ചെയ്യേണ്ടത്? P1 എന്ന സ്ട്രാറ്റജിയാണ് മേക്കർ സെലക്ട് ചെയ്യേണ്ടത്. ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? P2 ആണ് കേട്ടോ. ഓക്കെ അല്ലേ? P1 ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ EVPI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്? ഇക്വേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് EVPI കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ? ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ബെസ്റ്റ് ഔട്ട്കം ഓഫ് കോൺസിക്വൻസ് ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് പ്ലസ് ബെസ്റ്റ് ഔട്ട്കം ഫോർ കോൺസിക്വൻസ് ഓഫ് സെക്കൻഡ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് പ്ലസ് എക്സെട്ര. ഓക്കെ, നമ്മളിങ്ങനെ അതിൻ്റെ പ്രോബബിലിറ്റിയും അതിൻ്റെ ബെസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് നാച്ചറിൻ്റെ വാല്യൂയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് EOL ആണ്. ഇതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല, നമുക്ക് EMV ആണ് മാക്സിമം ആവശ്യം വരുന്നത് കേട്ടോ. അപ്പോൾ EVPI വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഫൈൻഡ് ദ EVPI ഫ്രം ദി ഫോളോയിങ് പേ ഓഫ് ടേബിൾ. ഇതാണ് നമ്മളെ പേ ഓഫ് ടേബിൾ. A1 A2 A3 S1 S2 S3 60 50 44 40 70 40 80 60 70. ഓക്കെ, ഇനി നിങ്ങൾ പ്രോബബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് S1 S2 S3. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ എത്രയാണ് എടുക്കുന്നത് നോക്കിയേ. S1ൻ്റെതാണ് നമ്മൾ മാക്സിമം വലുതെടുക്കുന്നു 0.5. ദെൻ അവർ രണ്ടാളെയും കൂടി കൂട്ടിയാൽ 0.5 അല്ലേ കിട്ടേണ്ടത്? അതുകൊണ്ടാണ് P ഓഫ് S1 ആയിട്ട് എന്തെടുക്കുന്നത്? 0.5 എടുക്കുന്നു. ഓക്കെ, 60 40 100 180 180 180. ഓക്കെ, 60. ഓക്കെ, 0.5 0.4 0.1 ആയിട്ട് നമ്മൾക്ക് എടുക്കുന്നു. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് കേട്ടോ. EMV ഫോർ A1 കാണുന്നു 60 ഇൻറ്റു 0.5 പ്ലസ് 40 ഇൻറ്റു 0.4 പ്ലസ് എത്രയാണ്? 80 ഇൻറ്റു 0.1. ദെൻ EMV ഫോർ ഇത് കാണുന്നു. ഓക്കെ, അത് നമ്മൾ ടേബിളാക്കി എഴുതുന്നതാണ് കേട്ടോ. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടോ, മാക്സിമം വാല്യൂ S1 S2 S3 അതിൽ 60, ഇതിലെ മാക്സിമം 60 അല്ലേ?
ഫസ്റ്റത്തെ റോയിൽ മാക്സിമം 60 അതാണ് കേട്ടോ എഴുതിയത്. രണ്ടാമത്തെ റോ കണ്ടോ, ഇതിൽ 60 അല്ലേ മാക്സിമം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ. നെക്സ്റ്റത്തേൽ 70, ഇത് നെക്സ്റ്റത്തേൽ 80. ഓക്കെ, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് 60, 70, 80. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂ 0.5, 0.4, 0.1. ദെൻ അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതിയ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് 30, 28, 8. ഓക്കെ, ദെൻ അത് തമ്മിൽ ആഡ് ചെയ്താൽ എന്തായി? എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആയി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ EMV എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഈക്വൽ ടു എന്താണ്? മാക്സിമം. ഇപ്പോൾ അതായത് നമ്മൾ EVPI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ മൈനസ് മാക്സിമം നമുക്ക് കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 66 ആണ്, മൈനസ് ഇപ്പുറത്തെ മേലത്തേലെ മാക്സിമം 59 അല്ലേ. കണ്ടോ, ഈ EMVയിലെ മാക്സിമം എന്ന് പറയുന്നത് EMVയിൽ എന്ന് പറയുന്നത് 59. അപ്പോൾ 66 മൈനസ് 59 ചെയ്താൽ 7 നമ്മളെ EVPI. ഓക്കെ, EVPI കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ മൈനസ് മാക്സിമം EMV. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു ഇവിടെ 66 മൈനസ് 59, 7. ഓക്കെ അല്ലേ. ഇനി EOL ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിസിഷൻ ട്രീ വരയ്ക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൂടി കാണാം? നമുക്ക് ഡിസിഷൻ തിയറി വരയ്ക്കുന്ന കുറേ പ്രോബ്ലംസാണ് ഈ ടെക്സ്റ്റിൽ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം ഒന്നും ചെയ്തൊന്നും നോക്കൊന്നും വേണ്ട. കുറച്ച് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ വലിയ ഡീപ്പായിട്ടുള്ള ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. കാരണം BComൽ തന്നെ ഈ ഒരു പേപ്പർ ഫസ്റ്റ് ടൈമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അല്ലാണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വലിയ ഡീപ്പായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഡിസിഷൻ ട്രീ വരയ്ക്കാനാണ് പോകുന്നത്. എന്താണ് ഡിസിഷൻ ട്രീ എന്നും എന്താണ് ഡിസിഷൻ ട്രീ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? വിച്ച് റെപ്രസെൻറ്റ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സീക്വൻഷ്യൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസിഷൻ പ്രോബ്ലം ഫോർ സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, എന്താണ് ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന കുറേ കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവില്ലേ, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ എന്താ പറയുക എക്സ്പെക്റ്റഡ് വാല്യൂ ഒക്കെ നോക്കിയിട്ട് മാക്സിമം ആണെങ്കിൽ നമ്മളത് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ അത് കുറേ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് ഡിസിഷൻ ട്രീ വരയ്ക്കുന്ന പ്രോസസ്സ് വരുന്നത്. എന്താണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ഡിവൈസ് വിച്ച് റെപ്രസെൻറ്റ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സീക്വൻഷ്യൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസിഷൻ പ്രോബ്ലം ഫോർ സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, ഡിസിഷൻ പ്രോബ്ലം ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എടുക്കുക? ഒരുപാട് ഡിസിഷനുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു? ഒരെണ്ണം ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നു അല്ലേ. യെസ്. ദെൻ alternative course of action states of nature and the likely outcome of alternative are diagrammatically, graphically they are the branches and sub branches ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. നോഡ് എന്താണെന്നാണ് പറഞ്ഞത്. ഡിസിഷൻ ട്രീയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഡിസിഷൻ നോഡും ചാൻസ് നോഡും. ആ പേര് സൂചിപ്പിക്കണ പോലെ തന്നെയാണ്. ഡിസിഷൻ നോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന, അതായത് ഡിസിഷൻ മേക്കർ മസ്റ്റ് മേക്ക് ഡിസിഷൻ, ആ ഡിസിഷൻ എടുക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെന്താണ് ഡിസിഷൻ നോഡ് എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മൾ ഷുവർ
റെയറായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ചാൻസ് നോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതല്ലെങ്കിൽ വേറെ കുറേ ആക്ഷനുകൾ ഉണ്ടാവുമല്ലോ, ഇതല്ലെങ്കിൽ വേറെ കുറേ എണ്ണം എന്നുള്ളത്, ആ അർത്ഥത്തിൽ നമ്മൾ എന്തെടുക്കുന്നു, അവരെ ചാൻസ് നോഡ് എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ ഡിസിഷൻ ബ്രാഞ്ച്, ചാൻസ് ബ്രാഞ്ച് എന്താണെന്നാണ് പറയുന്നത്. എ ബ്രാഞ്ച് ലീഡിങ് എവേ ഫ്രം ഡിസിഷൻ നോഡ്. ഡിസിഷൻ നോഡിൽ നിന്ന് നമ്മൾ നീട്ടി വരയ്ക്കുന്നതിനെയാണ് ഡിസിഷൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ചാൻസ് നോഡ് എന്ന് വരയ്ക്കുന്നതിന് എന്തെന്ന് പറയും, ചാൻസ് ബ്രാഞ്ച് എന്ന് പറയും. ടെർമിനൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എൻഡിലായിട്ട് വരയ്ക്കുന്ന, ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ അതിൽ എൻഡിൽ നിൽക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളൊരു ചെടിയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാഞ്ച്, ഇപ്പോൾ ഇതാണ് ഫൈനലി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറെ ബ്രാഞ്ച് പോകുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് എന്തെന്ന് പറയുക, എൻഡ്. ഇല്ലെങ്കിലോ ഇതിനെ ആയിരിക്കും എന്തെന്ന് പറയുക, എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു രൂപമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൽ എൻഡ് നോഡ് കണ്ടോ, O1 O2 O12 O11 O12 എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് നമ്മൾ ഡിസിഷൻ നോഡ് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത്. E1 E2 എന്നൊക്കെ പറയുന്നത് ഇവൻറ്റുകളാണ്. ദെൻ നമ്മൾ റൗണ്ടിൽ വരച്ചിരിക്കുന്നത് എന്താണ്, ചാൻസ്. ഇതല്ലെങ്കിൽ വേറെ കുറേ ചാൻസുകൾ ഉണ്ടാവുമല്ലോ, ചാൻസ് നോഡുകളുമാണ്. ഓക്കേ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ ട്രീ വരയ്ക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കേ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കേ, താങ്ക് യു.